ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആസ്റ്റൺ മാർട്ടിൻ റീസെൻ്റ്ലി റിവീൽ ചെയ്ത അവരുടെ ഒരു V12 GT സ്പോർട്സ് കാറിനെ പറ്റിയാണ്. ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷ്. ഓൾമോസ്റ്റ് മിക്ക മാനുഫാക്ചേഴ്സും V12 എഞ്ചിൻ ഉപേക്ഷിച്ചിട്ട് V8ലേക്കും ഹൈബ്രിഡിലേക്കും പോകുന്ന ടൈമിലാണ് ആസ്റ്റൺ മാർട്ടിൻ ഒരു 5.2 ലിറ്റർ ട്വിൻ ടർബോ V12 എഞ്ചിൻ വെച്ച് ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ എഞ്ചിൻ അറൗണ്ട് 835 ഹോഴ്സ് പവറും 1000 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വിത്ത് എ 8-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഡ്രൈവിംഗ് ദ റിയർ വീൽസ്. ആസ്റ്റൺ മാർട്ടിൻ പറയുന്നത് ഫാസ്റ്റർ ഷിഫ്റ്റ് കിട്ടുന്നതിന് ഒരു പുതിയ സോഫ്റ്റ്വെയർ മാപ്പാണ് ആസ്റ്റൺ മാർട്ടിൻ ഈ ഗിയർ ബോക്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഒരു പുതിയ സ്റ്റിയറിംഗ് മാപ്പും റീട്യൂൺഡ് ESPയുമാണ് ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷിന് കൊടുത്തിരിക്കുന്നത്. 0 to 100 km/h 3.3 സെക്കൻഡ്സ് എന്നാണ് ആസ്റ്റൺ മാർട്ടിൻ ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ 344 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ഈ ഒരു പെർഫോമൻസ് ഫിഗർ കിട്ടുന്നതിനായി ആസ്റ്റൺ മാർട്ടിൻ ആ 5.2 ലിറ്റർ V12 എഞ്ചിന് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബ്ലോക്കും ഹെഡറും ക്രാങ്ക് ഷാഫ്റ്റും വാൽവ് ട്രെയിനും ആസ്റ്റൺ മാർട്ടിൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആസ്റ്റൺ മാർട്ടിൻ ബൂസ്റ്റ് റിസർവ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ആ എഞ്ചിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ബൂസ്റ്റ് പ്രഷർ എപ്പോഴും എഞ്ചിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. സോ എപ്പോഴാണ് ഒരു സഡനായിട്ടുള്ളൊരു ആക്സലറേഷൻ ആവശ്യമുള്ളത്, എഞ്ചിന് അപ്പോൾ തന്നെ ഒരു ക്വിക്ക് റെസ്പോൺസ് നമുക്ക് തരാൻ സാധിക്കും. ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ ആസ്റ്റൺ മാർട്ടിൻ DB12ഉം വാൻക്വിഷും സെയിം അലുമിനിയം പ്ലാറ്റ്ഫോമാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ വാൻക്വിഷും DB12ഉമായിട്ട് ഒരു ബോഡി വർക്ക് പോലും ഷെയർ ചെയ്യുന്നില്ല. ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ വളരെ ലോങ്ങർ ആയിട്ടുള്ള ഒരു ബോണറ്റും ആസ്റ്റൺ മാർട്ടിൻ്റെ F1 കാറിലുള്ള ഫ്ലാങ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഔസ്റ്റിൻ സ്ലാക്സും നമുക്ക് കാണാൻ സാധിക്കും. വാൻക്വിഷിൻ്റെ ഫ്രണ്ട് ഗ്രില്ലിനെ പറ്റി പറയുവാണെങ്കിൽ 30% ലാർജറാണ് DBSനെ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ. റിയറിലേക്ക് വരുവാണെങ്കിൽ കാർബൺ ഫൈബറിൽ ഫിനിഷ് ചെയ്തിട്ട് ഒരു ലോങ് സ്ലാബ് നമുക്ക് കാണാൻ സാധിക്കും. ആസ്റ്റൺ മാർട്ടിൻ ഷീൽഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. വാലറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൾട്ടി റോഡ് ടെയിൽ ലൈറ്റ് ആണ് ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡക്ക് സ്പോയിലറും ഡിഫ്യൂസറും നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്കിലേക്ക് വരുവാണെങ്കിൽ കാർബൺ സെറാമിക് ബ്രേക്കാണ് ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷിന് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നത്. അറൗണ്ട് 1774 കിലോഗ്രാമാണ് വാൻക്വിഷിൻ്റെ ഡ്രൈ വെയ്റ്റ്. ആസ്റ്റൺ മാർട്ടിൻ പറയുന്നത് DBX 770 അൾട്ടിമേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ വാൻക്വിഷ് 75%ഓളം സ്റ്റിഫർ ബോഡിയാണ് യൂസ് ചെയ്യുന്നത്. 94%ഓളം ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് റൂഫാണ് ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷിന് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നത്. ഒരു കാർബൺ ഫൈബർ റൂഫും ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷിന് ഓപ്ഷണലായിട്ടും കൊടുക്കുന്നുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ആസ്റ്റൺ മാർട്ടിൻ്റെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത വണ്ടികളിൽ നിന്ന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ക്രൂ ഹെഡേഴ്സും ടാക്ടൈൽ സ്വിച്ച് ഗിയേഴ്സും ഒരു ഡിസ്പോക്ക് ഫീൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷ് മെയിൻലി കോമ്പറ്റീഷൻ ചെയ്യാൻ പോകുന്നത് ഫെറാറിയുടെ ഡോദീച്ചി ചിലിന്ദ്രിയെയും ബെൻലി കോണിയാൻ്റെ GT ആണ്. ആസ്റ്റൺ മാർട്ടിൻ വാൻക്വിഷിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് അപ്പോൾ അറിയുന്നതിനായി ടോർക്കി ടോക്സ് എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കൂടി ഫോളോ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.